നേരത്തെ സംസാരിച്ച യൂത്ത് ലീഗ് നേതാവ് ഈ ബി ജെ പി മെമ്പർ ഭരിക്കുന്ന വാർഡിനകത്ത് ഈ കേന്ദ്ര സർക്കാർ നൽകുന്ന പല ക്ഷേമ പെൻഷനുകൾ ഉൾപ്പെടെയുള്ള മറ്റ് ആനുകൂല്യങ്ങൾ വാങ്ങി അത് അർഹരിലേക്ക് എത്തിക്കാതെ പലതരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നു എന്നുള്ളൊരു ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ടല്ലോ. അതിന്റെ നിശ്ചിതി കൂടി അറിയാമോ സാജിദ്? അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോഴെന്തായാലും യൂത്ത് ലീഗ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. നഗരസഭാ ഹാളിനുള്ളിലാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. നേരത്തെ സെക്രട്ടറിയുടെ മുറി ഉപരോധിക്കുകയായിരുന്നു. പിന്നീട് ഈ ഫ്രണ്ട് ഓഫീസിന് മുന്നിലാണ് ഇപ്പോൾ ഉപരോധ സമരം നടക്കുന്നത്. യൂത്ത് ലീഗിന്റെ മുനിസിപ്പൽ പ്രസിഡന്റ് അടക്കമുള്ള ആളുകളെ ഈ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. കോട്ടക്കൽ പോലീസ് എത്തി. ഏതാനും പോലീസ് ഉദ്യോഗസ്ഥരാണ് ഉള്ളത്. പ്രധാന നേതാക്കളെ ഉൾപ്പെടെ നിലവിൽ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ഇതിൽ ഒരുപക്ഷെ മറ്റ് സംഘടനകളുടെ കൂടി പ്രതിഷേധത്തിന് ഒരു സാധ്യത ഉണ്ട്. ഇപ്പോൾ നഗരസഭയെ മോശമാക്കുക എന്ന ലക്ഷ്യം വെച്ച് ഈ BJP ഉദ്യോഗസ്ഥർ നടത്തുന്ന ഈ ക്രമക്കേടാണ് പുറത്തു വന്നിട്ടുള്ളത് എന്നാണ് യൂത്ത് ലീഗ് എല്ലാം തന്നെ പറയുന്നത്. ഇപ്പോ ഈ പ്രവർത്തകർ പരസ്പരം ഈ കൈകൾ ചേർത്ത് പിടിക്കുകയാണ്. ഇവരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൈഫുദ്ദീൻ ഏതാണ്ട് ഉള്ള പ്രവർത്തകരെ എല്ലാം തന്നെ അറസ്റ്റ് ചെയ്യുകയാണ്. ഈ നഗരസഭ ഹാളിനുള്ളിൽ ആണ്, അതായത് നഗരസഭയുടെ ഫ്രണ്ട് ഓഫീസിന് മുൻപിലാണ് ഈ പ്രതിഷേധം നടക്കുന്നത്, ഉപരോധ സമരം നടക്കുന്നത്. ഇനി കൗൺസിൽ യോഗം കൂടി നടക്കാനുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്നത്. ഏതാണ്ട് 3/4 മണിക്കൂറോളായി ഈ ഉപരോധ സമരം തുടരുകയാണ്. ആദ്യം സെക്രട്ടറിയുടെ ക്യാബിന് മുന്നിലായിരുന്നു പ്രതിഷേധം, പിന്നീട് അത് ഫ്രണ്ട് ഓഫീസിന് മുന്നിലാക്കിയിരുന്നു. ഇപ്പോഴെന്തായാലും ഈ പ്രവർത്തകരെ, ഏതാണ്ട് എല്ലാ പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉപരോധ സമരം അവസാനിപ്പിച്ചിരിക്കുകയാണ്. സൈഫുദ്ദീൻ.